എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്, ഉള്ളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്, വിശ്വാസത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് കർത്താവിന് ഇഷ്ടമാണ്. ഇത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് വളരെ വലിയ വിശ്വാസത്തോടെ ഒരു നിൽക്കാനോ ഇരിക്കാനോ പറ്റില്ല, ഒരു പ്രതീക്ഷയില്ല. എന്നാലും ശരി, വലിയ വിശ്വാസത്തോടെ അവരെന്ത് ചെയ്തു, ഒരു രോഗിയെ എടുത്തുകൊണ്ട് ഈശോയുടെ മുമ്പിൽ കൊണ്ടങ്ങനെ കടത്തി. ഈശോ എപ്പോഴും നോക്കണത് അവരുടെ വിശ്വാസത്തിലേക്ക് ഈശോ നോക്കി. അവരുടെ വിശ്വാസം കണ്ട് ഈശോ സന്തോഷിച്ചു. വളരെ വലിയ സൗഖ്യം, ഒരു മിറക്കിൾ ലോകത്തിലുണ്ടായി. അവരുടെ വിശ്വാസത്തിന് അത്രയും വലിയൊരു സ്ഥാനം കർത്താവ് കൊടുത്തു. വിശുദ്ധ ലേഖനത്തിൽ ഈശോ ദൈവത്തിൻ്റെ അടുത്തേക്ക് വിശ്വാസത്തോടെ വരുന്നവരെ കുറിച്ച് വളരെ വലിയ അപ്രീസിയേഷനാണ് കർത്താവിനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, അട്ടപ്പാടി സഹീവനിൽ, അട്ടപ്പാടിയിലെ ശുശ്രൂഷകളിൽ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷ 99% എന്താ, വിശ്വാസത്തിൻ്റെ അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:28 നമ്മൾ കാണുന്നുണ്ടാണ്. യേശു പറഞ്ഞു, കാനാൻകാരി സ്ത്രീയെക്കുറിച്ചാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ലഭിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈശോ പറഞ്ഞില്ല, പൊക്കോ എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ, കാനാൻകാരി സ്ത്രീ പോയില്ല. അപ്പോൾ ഈശോ സഭാഷ് പറഞ്ഞിട്ട് പറയാണ്, നോക്കൂ എത്ര വലിയ വിശ്വാസമാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. എന്നുവെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം, ശതാധിപന്റെ വിശ്വാസം. ശതാധിപൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് രോഗിയായി വീട്ടിൽ കിടക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്ന് സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പറയാണ്, കർത്താവേ, വേണ്ട, അങ്ങനെ ഭവനത്തിൽ യോഗ്യത എനിക്കില്ല, എനിക്കുമുണ്ട്, എൻ്റെ കീഴിലുമുണ്ട് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ ഓരോരോട് പോകുക എന്ന് പറയുമ്പോൾ പോകുന്നു, വരിക എന്ന് പറയുന്നു, അങ്ങൊരു വാക്കരുളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവന് പോലും ഞാൻ കണ്ടിട്ടില്ല. കർത്താവിന് വളരെ മനസ്സ് സന്തോഷമായി. കർത്താവ് സന്തോഷിച്ച് പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഒരുവന് പോലും ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടില്ല. ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നത് വിശ്വാസമുള്ളൊരു ഹൃദയത്തെയാണ്. ഈശോ ഒരുപാട് പ്രതീക്ഷിക്കുന്നത്, കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നത് വിശ്വാസമുള്ളൊരു ആത്മാവിനെ കാണുമ്പോഴാണ്. ഈ ശതാധിപന്റെ വിശ്വാസം കണ്ട്, ശതാധിപൻ യഹൂദനല്ലായിരുന്നു, വിജാതീയനായ ഈ ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് സന്തോഷിച്ച്, അത്ഭുതകരമായി വളരെയധികം സന്തോഷിച്ച് കർത്താവ് പറയാണ്, ഇതുപോലൊരു വിശ്വാസം ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വിശ്വാസത്തിന് ഒരുപാട്. അപ്പം തന്നെ പറഞ്ഞു, 13-ാമത്തെ വാക്യം വായിച്ച് നോക്കിക്കേ, 8:13. അവിടെ ഇങ്ങനെ പറയണത്, പോയിക്കൊള്ളുക. ആ സമയം തന്നെ ശതാധിപന്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കുന്നത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തിൽ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നതൊക്കെ ദൈവത്തിന് വളരെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പള്ളിയിൽ പോയി ഒന്ന് പൂക്കൾ വെക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, പെരുന്നാൾ നടത്തുന്നു, കുരിശുപള്ളി പണിയുന്നു, അതൊക്കെ നല്ല കാര്യത്തിന് സന്തോഷമുണ്ട്. പക്ഷേ അതിലെല്ലാം അത്യധികമായ സന്തോഷം ദൈവത്തിന് കൊടുക്കുന്ന വലിയൊരു സുഹൃതമാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൽ ജ്വലിക്കുന്നൊരു ഹൃദയം.